പറഞ്ഞല്ലോ, ഒരു ആത്മാവ് ഈ ശാപകർമ്മങ്ങളൊക്കെ ചെയ്തത് എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമത്? അത് പറ്റും. ആ അതിന് കുറെ നിയമങ്ങളുണ്ട്. ആ. അതിനകത്ത് പ്രധാനമായിട്ടും ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു മെത്തേഡാണ് ഉം, കർമ്മ നക്ഷത്രങ്ങൾ. ഉം, ഉം, അപ്പൊ എന്താണ് ഈ കർമ്മ നക്ഷത്രങ്ങൾ നമുക്ക് ചിന്തിക്കണം. അപ്പൊ 27 നക്ഷത്രങ്ങളുണ്ട്. ഉം, ഈ 27 നക്ഷത്രങ്ങളില് ഉം, കർമ്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുണ്ട്. ഉം, ഇപ്പം മേടം രാശിമണ്ഡലത്തിൽ അശ്വതി നക്ഷത്രം ഉം, കർമ്മ നക്ഷത്രമാണ്. ഉം, അപ്പം ഒരു ജാതകത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും അശ്വതി നക്ഷത്രത്തിൽ ഒരു ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അവർ കർമ്മ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ജനിച്ചത്. ആ, 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 ഇടവം രാശിമണ്ഡലത്തില് മകയിര നക്ഷത്രം കർമ്മ നക്ഷത്രമാണ്. ഉം, അപ്പം ഇടവം രാശിയില് മകയിരം നക്ഷത്രത്തില് ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലോ മകയിരം നക്ഷത്രത്തിൽ ഒരു ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കർമ്മ അനുഭവിക്കാൻ വേണ്ടി പിറന്നവരാണ്. ഉം, 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 മിഥുനം രാശിമണ്ഡലത്തിൽ തിരുവാതിര നക്ഷത്രം, കർക്കടകം രാശിമണ്ഡലത്തിൽ ആയില്യം നക്ഷത്രം, ഉം, ചിങ്ങം രാശിമണ്ഡലത്തിൽ പൂരം നക്ഷത്രം, ഉം, ഉം, കന്നി രാശിമണ്ഡലത്തിൽ അത്തം നക്ഷത്രം, ഉം, 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 തുലാം രാശിമണ്ഡലത്തിൽ ചിത്ര നക്ഷത്രം, ഉം, ഉം, വൃശ്ചികം രാശിമണ്ഡലത്തിൽ അനിഴം നക്ഷത്രം, ഉം, ഉം, ഉം. ധനു രാശിമണ്ഡലത്തിൽ 3 നക്ഷത്രങ്ങളും കർമ്മ നക്ഷത്രങ്ങളാണ്. ഓ, ശരി ശരി. ആ, മകരം രാശിമണ്ഡലത്തില് അവിട്ടം നക്ഷത്രം കർമ്മ നക്ഷത്രം, ഉം, 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 കുംഭം രാശിമണ്ഡലത്തില് പൂരിട്ടാതി നക്ഷത്രം കർമ്മ നക്ഷത്രം, ഉം, ഉം, മീനം രാശിമണ്ഡലത്തിൽ ഉത്രട്ടാതി നക്ഷത്രം കർമ്മ നക്ഷത്രം. ഈ നക്ഷത്രങ്ങളിൽ ഒരു ആത്മാവ് പിറക്കുകയോ നമ്മുടെ ജാതകത്തിൽ ഈ നക്ഷത്രങ്ങളിൽ ഒരു ഗ്രഹം ആ നക്ഷത്രത്തിൽ വന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇവൻ പാപം ചെയ്തിട്ട് കർമ്മ അനുഭവിക്കാൻ ഈ ഭൂമിയിലേക്ക് പിറന്ന ആളാണ്. ഈ ഞാൻ ഇത്രയും പറഞ്ഞ ആത്മാക്കള് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കും. ആ, ശരി. അപ്പൊ ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ അനുഭവങ്ങളുണ്ട്. ഇപ്പം കുറച്ച് എല്ലാം വിശദീകരിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. ഇപ്പൊ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഒരാത്മാവ് ഇവരുടെ മുജ്ജന്മത്തില് കഠിനമായ രീതിയിൽ പെൺശാപം ചെയ്തിട്ടുണ്ടാവും. ഉം, 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 സ്ത്രീകളെ പറ്റിക്കുക, കല്യാണം കഴിച്ചിട്ട് രണ്ട് കല്യാണം കഴിക്കുക, 2-ലധികം കല്യാണം കഴിച്ചിട്ട് ആദ്യം കഴിച്ച ആ സ്ത്രീയുടെ ശാപം വാങ്ങുക, ഓ, ആ, ശരി. അത് പെൺശാപം. ആ, ആ, അങ്ങനെ പെൺശാപം ചെയ്തിട്ട് ഈ ആത്മാവ് അവരുടെ ശാപം കൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറക്കും. ഉം, 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 ഈ ആത്മാവ് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോഴേക്ക് ഉറപ്പായിട്ടും ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള പ്രശ്നം വരും. ഉം, 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 ഇവരുടെ തായ് വഴി കർമ്മയില് 2 തിരുമണം നടന്ന ആൾക്കാരുണ്ടാവും. ഉം, ഉം, അമ്മയുടെ കുടുംബത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങള് ഇവർക്ക് വരും. ഇവര് യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ അപവാദ ഭയങ്ങളോ ചീത്തപ്പേര് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് മനപ്രയാസങ്ങൾ ഉണ്ടാകേണ്ട പല അനുഭവങ്ങൾ ഇവർക്ക് നേരിടേണ്ട സാഹചര്യങ്ങൾ വരും. ഇവരെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ആ, ആ, മനസ്സിലായോ? ആ, ആ, അതുപോലെ തന്നെ ഈ തിരുവാതിര നക്ഷത്രത്തെ എടുക്കാം. തിരുവാതിര നക്ഷത്രത്തെ എടുക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും ചിന്തിച്ചോണം, ഇവരുടെ പാരമ്പര്യത്തിൽ വിഷം തീണ്ടി മരിച്ചവരോ വിഷം കുടിച്ചു മരിച്ചവരോ അതല്ലെങ്കിൽ ദുർമരണം നടന്നിട്ടുള്ളവരുടെ കുടുംബത്തിൽ ഉണ്ടാകും. ഉറപ്പായിട്ട് നോക്കിയാൽ മതി. ആ, ശരി. ആ, മനസ്സിലായോ? ആ, ആ, ആയില്യം നക്ഷത്രത്തിൽ പിറന്നു. ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് നയവഞ്ചകമായ രീതി, അതായത് പറ്റിക്കുക, മനഃപൂർവ്വം തന്നെ പറ്റിക്കുക. ഞാൻ കല്യാണം കഴിച്ചോളാവെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് അവരെ പറ്റിച്ച ശാപം ആയില്യം നക്ഷത്രത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് തിരുമണം സംബന്ധിച്ച പ്രശ്നങ്ങള്, ഈ മാനസികമായിട്ടൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങള്, ഇതൊക്കെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവും. ആയില്യം നക്ഷത്രത്തിൽ ഒരു ആത്മാവ് പിറന്നിട്ടുണ്ടെങ്കിലോ ആയില്യം നക്ഷത്രത്തിൽ ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലോ ഇവരുടെ കുടുംബത്ത് ഉടൽ മനംനൊന്ത് മരണപ്പെട്ടു പോയവരുണ്ടായിരിക്കും. എന്നുവെച്ചാൽ കെട്ടന്ന് മരണപ്പെട്ടവര്. ശരി, ശരി. ഒരുപാട് നാള് വേണമെന്നില്ല, കുറച്ചാള് എന്റെ ആയുസ് ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തുണ്ടായിരിക്കും. എടുത്തു നോക്കിക്കോ. മനസ്സിലായോ? ഇവരുടെ കുടുംബത്ത് അടിവയർ കിഡ്നി, ലിവർ, PCOD ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാര് ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അത്തം നക്ഷത്രം എടുക്കാം. അത്തം നക്ഷത്രവും ഈ പറഞ്ഞതുപോലെ
ശക്തമായിട്ടുള്ള പെൺശാപമുള്ള നക്ഷത്രമാണ്. ഓ ശരി. പ്രധാനമായിട്ടും അത്തം നക്ഷത്രത്തിൽ ഒരു ആത്മാവ് പിറന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അത്തം നക്ഷത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു കല്യാണ ജീവിതങ്ങളിലേക്ക് സ്റ്റാർട്ടാകുന്ന കാലഘട്ടം മുതൽ ഇവർക്ക് വളരെയേറെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും, ഇതെല്ലാം പറയാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പൊ ഞാനൊരു ഒരു തൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവിട്ട നക്ഷത്രം, അവിട്ട നക്ഷത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലും അവിട്ട നക്ഷത്രത്തിൽ ഒരു ആത്മാവ് പിറക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മുജ്ജന്മത്തില് ഇവര് ഈ കരുണക്കൊല എന്ന് കരുണക്കൊല എന്ന് വെച്ചാൽ അറിയാം, നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊല ചെയ്യുക. ഒരു കാലഘട്ടത്തിൽ പണ്ട് പെൺകുഞ്ഞുങ്ങളെ ഇവർ കൊന്നിട്ടുണ്ട്, മനസ്സിലായോ? അതായത് പെൺകുഞ്ഞ് ജനിച്ചാല് ഞങ്ങളുടെ കുടുംബത്തിന്റെ ദോഷമാണ് എന്ന് ആഗ്രഹിച്ചിട്ട് പെൺകുഞ്ഞാണെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ ചില ഭക്ഷണങ്ങൾ കൊടുത്ത് കൊന്ന ശാപമുള്ള നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. ഇവർക്ക് എന്തു പറ്റി? ഇവിടെ സന്തതി സംബന്ധിച്ച പ്രശ്നങ്ങള്, മെന്റൽ പ്രശ്നങ്ങള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങള്, ഇതൊക്കെ ഇവർക്കുണ്ടാവും, മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവര് പുണ്യം ചെയ്ത ആത്മാവാണോ പാപം ചെയ്ത ആത്മാവാണോ എന്ന് നമ്മള് ചിന്തിക്കുക. ഇത് അതിന്റെ ഒരു മെത്തേഡ് മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് സമയം ഇതിനെപ്പറ്റി ഒരു 2-3 ദിവസം ചർച്ച ചെയ്താലും ഈ കാര്യം നമുക്ക് മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ജ്യോതിശാസ്ത്രങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്കും ഇത് പഠിക്കാം. നമ്മൾ ഉടനെ തന്നെ അസ്ട്രോ റിസർച്ച് സെന്റർ നമുക്ക് സ്റ്റാർട്ടാകാണ്, പഠന കേന്ദ്രം സ്റ്റാർട്ടാകാണ്. കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേക്കും നമ്മളൊരു സ്കൂള് സ്റ്റാർട്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പാസ്റ്റ് ലൈഫ് കർമ്മകാര്യങ്ങൾ പഠിക്കണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്, മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞാലായിട്ട് നമുക്ക് ഒരുപാട് അപ്പോയിന്റ്മെന്റ് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് ഫിലിം മേഖലയുള്ള ആൾക്കാർ, രാഷ്ട്രീയ മേഖലയുള്ള ആൾക്കാർ, വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ, ഇവരൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ കുറവാണ്. അപ്പൊ എന്റെ അടുക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും സഡനായ രീതിയിൽ കിട്ടണം എന്ന് പറഞ്ഞു വരരുത്, മനസ്സിലായോ? വെയിറ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം നമ്മളുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നോക്കുക. ഇപ്പം തന്നാൽ നാളെ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് അനുഭവമല്ല എങ്കിൽ നിങ്ങളുടെ ഒരു പൈസ ഞങ്ങൾ വാങ്ങിക്കത്തില്ല, മനസ്സിലായോ? നിങ്ങൾ പറയുന്ന കർമ്മ നമ്മൾ പൂർത്തീകരിച്ചില്ലെങ്കിലോ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ലെങ്കിലോ ഞങ്ങൾ നിങ്ങളുടെ കർമ്മ സ്വീകരിക്കില്ല. നമ്മൾ ആ സെക്കൻഡിലോട്ട് ദക്ഷിണ തിരിച്ചയച്ചു കൊടുക്കും, മനസ്സിലായോ? നമ്മളുടെ നിയമം അതാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളതായ, മനസ്സിലായോ?